ചർച്ചയിലേക്ക് വരുന്നു. മലാപ്പറമ്പ് AUP സ്കൂൾ ഉൾപ്പെടെ പൂട്ടുന്ന 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനം. കോടതി വിധിക്ക് വിധേയമായിട്ടായിരിക്കും നടപടികളെന്ന് സർക്കാർ വ്യക്തമാക്കി. സ്കൂളുകൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥും പറഞ്ഞു. അതേസമയം മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ആദ്യം കോടതി ഉത്തരവ് നടപ്പാക്കാനും ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അതിന്റെ വാർത്തയിലേക്ക്. AUP സ്കൂൾ, മാങ്ങാട്ടുമുറി, കിരാലൂർ, പാലോട്ടുവയൽ എന്നീ സ്കൂളുകൾ ഏറ്റെടുക്കാനാണ് സർക്കാർ തീരുമാനം. മാനേജ്മെന്റിന് നഷ്ടപരിഹാരം നൽകിയായിരിക്കും സ്കൂളുകൾ ഏറ്റെടുക്കുക. സ്കൂളുകൾ അടച്ചു അതൊരു റിയൽ എസ്റ്റേറ്റ് ഏർപ്പാടാക്കുക എന്നതിനോട് ഗവൺമെൻറ് യോജിപ്പില്ല. അപ്പോൾ സ്കൂൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. കോടതി വിധിക്ക് വിധേയമായിട്ടാകും സ്കൂളുകൾ ഏറ്റെടുക്കുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും വ്യക്തമാക്കി. കേരള വിദ്യാഭ്യാസ നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ 2 വിധിക്കും വിധേയമായതുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള സർക്കാരിൻ്റെ അഭിപ്രായം നടപ്പിലാക്കാൻ ശ്രമിക്കും. ഈ ബാധ്യത ആയാൽ പോലും പൊതുവിദ്യാഭ്യാസം നിലനിർത്തണം എന്നുള്ളതാണ് സംഘം. എന്ത് ബാധ്യതയായാലും സ്കൂൾ ഏറ്റെടുക്കുന്നതിൽ നിയമപരമായ തടസ്സങ്ങളില്ലെന്ന് നിയമ സെക്രട്ടറിയുടെ ഉപദേശം ലഭിച്ചതിനെ തുടർന്നാണ് സർക്കാർ തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ആദ്യം സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവ് നടപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് ജെ ശങ്കരൻ നമ്പ്യാരാണ് ആദ്യം കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നും വ്യക്തമാക്കിയത്. രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ് കോടതിയെ അറിയിച്ചപ്പോഴായിരുന്നു കോടതി നിലപാട് വ്യക്തമാക്കിയത്. സ്കൂൾ അടച്ചുപൂട്ടിയ ശേഷം കോടതിയെ അറിയിക്കണമെന്നും ജസ്റ്റിസ് ജെ ശങ്കരൻ നമ്പ്യാർ ഉത്തരവിട്ടു. വെള്ളിയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. അതേസമയം കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സ്കൂൾ മാനേജർ പത്മകുമാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കൊച്ചി. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അധ്യാപക സമൂഹത്തിനെ പ്രതിനിധീകരിച്ച് KSTAയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ T. തിലകരാജ്, വിദ്യാർത്ഥി സമൂഹത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ M. വിജിൻ, KPCC സെക്രട്ടറി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഒപ്പം കേരള സ്റ്റേറ്റ് എയ്ഡഡ് മാനേജേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ നാസർ എടരിക്കോട്. ഇവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ച നമുക്ക് ഒരുപക്ഷെ തുടങ്ങാൻ കഴിയുന്നത് ഇന്നത്തെ വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം മറ്റ് 4 സ്കൂളുകളും ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. എങ്കിലും ഇത് ഈ ലാഭനഷ്ട കണക്കുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വായിക്കേണ്ടതാണോ പൊതുവിദ്യാഭ്യാസം? അതിലേക്ക് നമുക്ക് വരാം. ചർച്ച തുടരുന്നു. ശ്രീ തിലകരാജ്, 4 സ്കൂളുകൾ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതിനെ സർക്കാർ ഏറ്റെടുക്കും, ഉചിതമായ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് വരുന്ന കാരണം അൺഇക്കണോമിക്കലാണ്, അല്ലെങ്കിൽ ലാഭകരമല്ല എന്നുള്ളതാണ്. ഈ 4 സ്കൂളുകൾ മാത്രമല്ല, ഏതാണ്ട് 3000-ലധികം സ്കൂളുകൾ ലാഭകരമല്ലാത്ത കണക്കിൽപ്പെടുന്നു. ഇങ്ങനെ ലാഭകരമാണ്, ലാഭകരമല്ല, ഈ ഒരു ലാഭനഷ്ട കണക്കിൻ്റെ പേരിൽ സ്കൂളുകളെ വിലയിരുത്തപ്പെടുന്നത് പോലും, അതും ഒഫീഷ്യലി വിലയിരുത്തപ്പെടുന്നത് ശരിയായ ഒരു നിലപാടാണ്? ശരിയായ നിലപാടല്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ ഭാവി സമ്പത്താണ് അവളുടെ ക്ലാസ് മുറിയിൽ വളർന്നു വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു കുട്ടിയാണെങ്കിൽ പോലും അവൾക്ക് പഠിക്കാനുള്ള അവസരം കൊടുക്കണം. ഒരിക്കലും അത് ലാഭനഷ്ടത്തിൻ്റെ പേര് കണക്കാക്കാൻ പാടില്ല. എന്നാൽ കേരളത്തിലെ UDF ഗവൺമെൻറ്റാണ് ഇവിടെ ലാഭനഷ്ടത്തിൻ്റെ പേരിൽ വിദ്യാലയങ്ങളെ തരംതിരിക്കുവാൻ തീരുമാനിച്ചത്. അത് വിദ്യാഭ്യാസ കച്ചവട ലോബികളെ സഹായിക്കുന്ന സമീപനം എടുത്തതുകൊണ്ട് തന്നെയാണ് ലാഭവും നഷ്ടവും എന്ന് പറയുന്നത് രീതി ഉണ്ടാകുന്നത്. ഒരു കുട്ടിയെങ്കിലും പഠിക്കുന്ന വിദ്യാലയം നിലനിർത്തണം എന്നുള്ളതാണ്. അത് ആ രാജ്യത്തിൻ്റെ ഭാവിയാണ് അവിടെ വളരുന്നത് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും സ്കൂൾ മേഖല അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല ലാഭനഷ്ടം എന്ന രീതിയിൽ കണക്കാക്കാൻ പാടില്ല എന്നുള്ളതാണ് സംഘടന നിലപാടും മുൻപും ഇപ്പോഴും ഉള്ള നിലപാട് അത് തന്നെയാണ്. ഈ എന്ത് ആറ്റിറ്റ്യൂഡിൻ്റെ പുറത്താണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ എന്ത് കണക്കിൻ്റെ പുറത്താണ് ഈ ലാഭത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നഷ്ടത്തിലാണ് പോലുള്ളവ കണക്കാക്കപ്പെടുന്നത്? യാതൊരു മാനദണ്ഡവും ഇല്ലാതാണ് അങ്ങനെ. ഇപ്പോൾ കുട്ടികളുടെ എണ്ണം കുറവാണ് എന്നാണ്. കുട്ടികളുടെ എണ്ണം കുറവാക്കിയതാണ് UDF എക്കാലവും ഇവിടെ ഭരിച്ചപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിന് കാരണം ജാതി മത വർഗ വരേണ്യ ശക്തികൾക്ക് ധാരാളം അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ അനുവദിക്കുകയും അതിന് അംഗീകാരം കൊടുക്കുകയും സമൂഹത്തിൽ മറ്റ് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന, അത് ജാതിപരമായാലും സാമ്പത്തികപരമായാലും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളുടെ പഠനത്തെ നിഷേധിക്കുന്ന ഒരു സമീപനമായിരുന്നു എക്കാലം UDF സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഇവർ ലാഭനഷ്ട കണക്കിൻ്റെ പേര് പറയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരിക്കലും
നഷ്ടത്തിലല്ല പ്രവർത്തിക്കുന്നത്, അത് രാജ്യത്തിന് ഭാവി സമ്പത്താണ്. ഞാൻ തിരിച്ചു വരാം. വിജയൻ, ഏതാണ്ട് 3000-ലധികം സ്കൂളുകൾ നഷ്ടത്തിലാണ്, അൺഇക്കണോമിക്കലാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. ആ അൺഇക്കണോമിക്കലാണെന്ന് വിലയിരുത്തപ്പെടുന്നവയിൽ ചില സ്കൂളുകൾ പൂട്ടുവാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യമുയരുന്നു. ഇവിടെ ഈ 1, 2, 3, 4 സ്കൂളുകളുടെ കാര്യത്തിനപ്പുറത്തേക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സ്കൂളുകളെ സാമ്പത്തികപരമായി ലാഭം നഷ്ടം എന്ന വ്യാഖ്യാനത്തോടുകൂടെ വിലയിരുത്തപ്പെടുന്നതിനെ SFI എങ്ങനെ കാണുന്നു? പൊതുവിദ്യാലയങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ലാഭമുണ്ടാക്കലല്ല. ഇവിടെ മാഷ് സൂചിപ്പിച്ച വച്ച പോലെ ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ആവശ്യമുണ്ടെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ആ നിലയിലേക്ക് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർന്നു വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ 2 സർക്കാരിൻ്റെ നയങ്ങൾ, ഇവിടെ ഞാൻ ആദ്യമായി SFIയുടെ പ്രതിനിധി എന്ന രീതിയിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ച ഈ വിദ്യാലയങ്ങൾ ഏറ്റെടുക്കാൻ സ്വീകരിച്ച ഈ തീരുമാനത്തെ ഏറ്റവും ശക്തമായി സ്വാഗതം ചെയ്യുകയാണ്. SFI ഉൾപ്പെടെ നടത്തിയ പ്രക്ഷോഭങ്ങളുടെ വിജയമായി തന്നെയാണ് SFI ഈ തീരുമാനത്തെ കാണുന്നത്. ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ച UDF സർക്കാരിൻ്റെ നയം അത് പരിശോധിക്കാതെ പോകാൻ വേണ്ടി പറ്റില്ല. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല തകർത്ത 5 വർഷമായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നാമെല്ലാം തന്നെ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 24 വിദ്യാലയങ്ങൾ DPIക്ക് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാനേജർമാർ അപേക്ഷ കൊടുത്തത്. അതിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിഞ്ഞ UDFൻ്റെ സർക്കാർ തയ്യാറായിട്ടില്ല. 2013 നവംബർ മാസം 1-ാം തീയതിയാണ് അന്നത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ വിദ്യാലയം അടച്ചുപൂട്ടാൻ ഒരു ഉത്തരവ് കൊടുത്തത്. അവിടെ ഒരു കാര്യം നിലനിൽക്കുന്നു. അന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു, തീരുമാനം മാറ്റിമറിച്ചു. പക്ഷേ അന്ന് ആ തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ മാനേജർ ഉൾപ്പെടെ JC ഉപയോഗിച്ച് ആ വിദ്യാലയം അടിച്ചു തകർക്കുന്ന നിലയുണ്ടായത്. വിദ്യാലയം അടച്ചുപൂട്ടാൻ അനുമതി കൊടുക്കുന്നു. മലാപ്പറമ്പിൻ്റെ മാനേജർ ഹൈക്കോടതിയെ സമീപിച്ച ഘട്ടത്തിൽ ഒരു അപ്പീൽ പോലും കൊടുക്കാൻ കഴിഞ്ഞ UDFൻ്റെ ഗവൺമെൻറ് തയ്യാറായില്ല. ആ ഗവൺമെൻറ് ആ രീതിയിൽ അപ്പീൽ കൊടുക്കുകയും വിദ്യാലയം അടച്ചുപൂട്ടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടപെടൽ നടത്തുകയുമാണെങ്കിൽ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് കടന്നു പോകുന്ന സ്ഥിതി കേരളത്തിനകത്ത് ഉണ്ടാകില്ല. ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ നയങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് സംരക്ഷിക്കപ്പെടേണ്ടവയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ലാഭനഷ്ട കണക്കുകളുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തരംതിരിക്കുന്നതിനോട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഒരു കാലത്ത് SFI അത് അംഗീകരിക്കുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാസർ എടരിക്കോട്, താങ്കൾ എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. എൻ്റെ ചോദ്യം, എന്തിനാണ് നിങ്ങൾ സ്കൂളുകൾ നടത്തുന്നത്? നിങ്ങൾ സ്കൂളുകൾ നടത്തുമ്പോൾ, എയ്ഡഡ് സ്കൂളുകൾ നടത്തുമ്പോഴുള്ള നിങ്ങളുടെ നീഡ് എന്താണ്, ഇൻട്രസ്റ്റ് എന്താണ്? കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന വിഭാഗമാണ് എയ്ഡഡ് സ്കൂളുകൾ. കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ കുറച്ച് വർഷങ്ങളായി എയ്ഡഡ് സ്കൂളുകളുടെ വിവേചനത്തിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലുള്ള സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ചില വ്യക്തികൾ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരാനുണ്ടായ കാരണം. നമുക്കറിയാം, കേരളത്തിലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകാൻ കേന്ദ്രം വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നപ്പോൾ കേരളം +2 തലം വരെ എത്തി എന്നതിന് പ്രധാന കാരണം 12,000 വരുന്ന സ്കൂളുകളിൽ 8,000-ഓളം വരുന്നത് എയ്ഡഡ് വിദ്യാലയങ്ങളാണ്. എയ്ഡഡ് വിദ്യാലയങ്ങൾ വെറും നടത്തുന്നത്, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നതാണ് ബ്യൂറോക്രസി, അല്ലെങ്കിൽ ബ്യൂറോക്രസിയിലപ്പുറം അവർ പറയുന്നത് നമ്മുടെ വരേണ്യവർഗം മാത്രം നടത്തുന്നു അല്ലെങ്കിൽ അവർ ചെയ്യുന്നു എന്ന നിലക്കാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തലിന് പ്രധാന കാരണം ആരാ? സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിലനിർത്തി നല്ല രൂപത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇവിടെ വിവിധ വിഭാഗങ്ങളായി സ്കൂളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ, ക്രിസ്ത്യൻ സഭകൾ, NSS, SNDP, MES സഭകൾ, ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റ്, അങ്ങനെ വിവിധങ്ങളായ ആളുകൾ, വിവിധ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയൊക്കെ ആളുകൾ ഒരു കാലത്ത് സർക്കാരിന് സ്വന്തമായ സ്ഥലവും കെട്ടിടവും ഇല്ലാതായപ്പോൾ സ്ഥാപിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലബാറിൽ പ്രത്യേകിച്ച് വന്നാൽ ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റ് കുറച്ച് അധികമുണ്ട്. കാരണം ഇവിടെ അങ്ങനെ സംഘടിച്ചുള്ള ഒരു വിഭാഗം ഇല്ലാതായപ്പോൾ അക്കാലത്ത് നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്കും പാവപ്പെട്ട ആളുകൾക്കും വിദ്യാഭ്യാസം പ്രാപ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എയ്ഡഡ് സ്കൂളുകൾ സ്ഥാപിച്ചത്. അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയുമായിരുന്നു. നമുക്കറിയാം, കുറച്ച് കാലങ്ങളായിട്ടെന്ന് പറയാം, നമുക്കറിയാം, സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്ന ഇടയിൽ തന്നെ
സ്കൂളിലെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് സർക്കാർ സ്കൂളുകളായാലും എയ്ഡഡ് സ്കൂളുകളായാലും എടുത്തു നോക്കുമ്പോൾ സർക്കാർ സ്കൂളുകൾക്ക് വിവിധങ്ങളായ ഫണ്ടുകൾ വന്ന് 10-15 വർഷമായി മാറി മാറിയുന്ന സർക്കാരുകൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിൽ എയ്ഡഡ് സ്കൂളുകളെ മുഴുവൻ ചുമതല മാനേജർ ചെയ്യട്ടെ എന്ന് മാത്രം വാശി പിടിച്ചുകൊണ്ട് തീരെ തിരിഞ്ഞു നോക്കാത്ത പ്രായം ഉണ്ടായപ്പോൾ ജനങ്ങൾക്ക് ആ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം നമുക്കറിയാലോ മലപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ DCCയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞ് നമ്മളെല്ലാവരും ചർച്ചയിൽ കണ്ടതാണല്ലോ. എന്താ പറഞ്ഞത്? എൻ്റെ പേരക്കുട്ടികളെ പോലും അവിടെ ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം താങ്കളുടെ സംസാരത്തിലേക്ക് ഒന്ന് ഇടപെടുകയാണ്. രണ്ട് പ്രധാന വിഷയങ്ങൾ. ഒന്ന്, എൻ്റെ ചോദ്യം, ഒരു കാലഘട്ടത്തിൽ എയ്ഡഡ് സ്കൂളുകൾ തുടങ്ങിയ ഇൻട്രസ്റ്റിനെ കുറിച്ചോ അന്ന് നടത്തിയിരുന്നവരുടെ ഇൻട്രസ്റ്റിനെ കുറിച്ചോ താങ്കൾ പറയുകയുണ്ടായി. ഇന്ന് ഒരു എയ്ഡഡ് സ്കൂൾ നടത്തുന്ന ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം, അത് ഇൻഡിവിജ്വലോ കോർപ്പറേറ്റോ ആകട്ടെ, എന്ത് ഇൻട്രസ്റ്റിലാണ് ആ സ്കൂൾ നടത്തുന്നത്? ഒന്ന്, അതിൽ ലാഭേച്ഛ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടോ? ഒന്ന്. ഇനി രണ്ട്, നാട്ടുകാർക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അതേ നാട്ടുകാരാണ് ഈ മലാപ്പറമ്പ് സ്കൂളിന് ചുറ്റും ഇത്രയും ദിവസം സമരം നടത്തിയതെന്നും പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും വന്ന അധികാരികൾ തിരിച്ചു പോകേണ്ടി വന്നതെന്നും താങ്കൾ മറക്കരുത്. ഒരു DCC പ്രസിഡന്റിന്റെ മാത്രം അഭിപ്രായമാണ് നാട്ടുകാരുടെ മൊത്തം അഭിപ്രായം എന്നുള്ള രീതിയിലുള്ള ജനറലൈസേഷൻ ശരിയാണോ നാസർ? അത് ലാഭേച്ഛം എന്ന് നിലക്കല്ല പറഞ്ഞത്. ഈ സമരത്തിൻ്റെ ആവേശം അവരുടെ മക്കളെ ചേർക്കാനുണ്ടായിരുന്നെങ്കിൽ എന്തൊരു ആവേശം ഉണ്ടായിരുന്നു. ഞാൻ സ്കൂൾ കുട്ടീനെ ന്യായീകരിക്കാനൊന്നുമില്ല. എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ വളരെ വ്യക്തമായി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഒരു കാരണവശാലും ഒരു വിദ്യാലയം അടച്ചു പൂട്ടരുത് എന്ന നിലയ്ക്ക് തന്നെയാണ്. പിന്നെ ചില ആളുകൾക്ക്, ഞാനിതിനെ ന്യായീകരിക്കുന്നില്ല, ഒരിക്കലും അസോസിയേഷൻ എയ്ഡഡ് സ്കൂളുകൾ പൂട്ടുന്നതിനോട് നേരത്തെ SFIയുടെയും അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്ത് സൂചിപ്പിച്ച പോലെ അതിലൊന്നും ലാഭം കണ്ടുകൊണ്ടല്ല സ്കൂളുകൾ നടത്തേണ്ടത്. സ്കൂളുകൾ നടത്തുമ്പോൾ നാട്ടിലെ പൂർവികരായ ആളുകൾ എങ്ങനെയാണോ ഇത് നടത്തിയത് അതുപോലെ തന്നെ നടത്താനുള്ള സാഹചര്യം ഉണ്ടായണം. അത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടാവും. അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാവണം. മാറി മാറി വരുന്ന സർക്കാരുകളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട്. എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് ഈ ഗവൺമെന്റ് തീർച്ചയായിട്ടും തിരിച്ചു വരാം. അതിനു മുമ്പ് ശ്രീ ജ്യോതികുമാർ, ഇന്ന് പൊതുവിദ്യാഭ്യാസം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം കാരണം UDF സർക്കാരിൻ്റെ നയങ്ങളാണ് എന്ന് വിജിൻ പറയുകയുണ്ടായി, തിലകരാജ് പറയുകയുണ്ടായി. ഒന്ന്. രണ്ട്, കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടുള്ള അനുമതി ചോദിച്ച 24 സ്കൂളുകളോടും കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാതിരുന്ന, ആ പ്രശ്നം പരിഹരിക്കാതിരുന്ന സർക്കാരിൻ്റെ ആറ്റിറ്റ്യൂഡ്. മൂന്ന്, മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുവാൻ 2 മാസം വരെ വൈകിച്ചതിൻ്റെ പേരിൽ കോടതിയിൽ നിന്നും കിട്ടിയ ശകാരം. എന്താണ് UDF ഇത്ര അലംഭാവം ഇതിനോട് കാണിക്കുന്നത്? അല്ല, ഞാൻ പറയാം, ഇതിനെ ഞാൻ രാഷ്ട്രീയമായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർക്ക് പച്ച രാഷ്ട്രീയം പറയുന്നതുകൊണ്ട് കാര്യമില്ല. ഇത് പൊതുസമൂഹം, കേരള സമൂഹം എത്തി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിനപ്പുറമായി ഇതിനകത്ത് രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്നത് നല്ല കാര്യമാണ്. അവർ ചെയ്തേ പറ്റും. ഒരാൾ SFIയുടെ പ്രതിനിധിയാണ്, ഒരാൾ KSTയുടെ പ്രതിനിധിയാണ്, കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. പക്ഷേ അതിനപ്പുറമായി നമുക്ക് ഈ പൊതുസമൂഹത്തോട് നമുക്കൊരു കടപ്പാടുണ്ട്. അത് അധ്യാപകനായാലും വിദ്യാർത്ഥിയായാലും പൊതുപ്രവർത്തകനായാലും എല്ലാവർക്കും ഒരു കടപ്പാടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ 2 വശങ്ങൾ വന്നിരിക്കുന്നു. ഇത് 2 വശവും ചർച്ച ചെയ്യേണ്ടത്. ഞാൻ ഒറ്റ മറുപടി പറയാം. ഒന്ന്, ഇവർ ഈ പറയുന്ന സ്കൂൾ അടച്ചുപൂട്ടുന്നതിന്, മലപ്പുറം സ്കൂൾ അടച്ചുപൂട്ടാൻ ഹൈക്കോടതിയിൽ നിന്ന് അവർ ഉത്തരവ് മേടിച്ചു. അതിന് അപ്പീൽ പോയില്ല എന്നുള്ളതാണ് അഭിപ്രായം. അപ്പീൽ പോകുന്നതിനെ സംബന്ധിച്ച് നിയമോപദേശം തേടിയപ്പോൾ അപ്പീൽ പോയാലും നിലനിൽക്കില്ല എന്നുള്ളത് കൊണ്ടും താൽക്കാലികമായി അങ്ങനെ മുന്നോട്ട് പോകാനേ കഴിയൂ എന്നുള്ളത് കൊണ്ടുമാണ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പോയപ്പോൾ മനസ്സിലായല്ലോ കിട്ടില്ല എന്ന്. അപ്പോൾ ഞാനതിനെ കഴിഞ്ഞ സർക്കാരിൻ്റെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. അപ്പോൾ അപ്പീൽ പോകുന്നതിന് നടപടിക്രമം എന്ന് പറഞ്ഞാൽ ഒരു വിധി ഉണ്ടായാൽ അതിനെതിരെ അപ്പീൽ പോകുക എന്നുള്ളതാണ്. അപ്പീൽ പോകുന്നതിനെ സംബന്ധിച്ച് സ്വാഭാവികമായും ഞാനത് പറഞ്ഞോട്ടെ, നിയമോപദേശം നേടേണ്ടത്. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി കാണാതെ ഇപ്പോൾ തിരിച്ച് ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്നിപ്പം 4 സ്കൂൾ പിന്നെ സർക്കാർ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്, അതായത് അപ്പീൽ പോകാതിരുന്നത് പോയാലും നിൽക്കില്ല എന്ന് നിയമോപദേശം കിട്ടിയതുകൊണ്ട്, ഉറപ്പുള്ളതുകൊണ്ടല്ല, നിയമോപദേശം കിട്ടിയതുകൊണ്ട്. മറ്റൊന്ന്, ഇന്നിപ്പോൾ പറഞ്ഞല്ലോ 4 സ്കൂളുകൾ പിന്നെ സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ AG തന്നെ പോയില്ലേ? എന്നിട്ട് എന്താ കോടതി പറഞ്ഞത്? അതവിടെ നിൽക്കട്ടെ, പിന്നീട് ആലോചിക്കാമെന്നാണ്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. സുപ്രീം കോടതി വിധിയുണ്ട്, നമുക്കറിയാം. പക്ഷേ മറ്റ് സ്കൂളുകൾ ഏറ്റെടുക്കട്ടെ. നിയമപരമായി അതിന് ആദ്യം വേണ്ടത് KER വേണ്ട നിയമ ഭേദഗതികൾ വരുത്തണം. അത് LDF ആയാലും UDF ആയാലും എന്നുള്ള വിഷയം ഈ സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഈ വിഷയം പരിഹരിക്കണം. കുറേ മാനേജർമാർ, ഇപ്പോൾ ആ ഒരു മാനേജേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഞാൻ അതിനപ്പുറമായിട്ട് എന്തുകൊണ്ട് സംഭവിച്ചു? ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റ്സാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. 3557 സ്കൂളുകളാണ് അൺഎക്കണോമിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ 10 കുട്ടികളിൽ താഴെയുള്ളത് 190ഓളം സ്കൂളുകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 2011-12 ഇവിടെ
ജനസംഖ്യ, അതായത് പുതുതായി ജനിച്ച കുട്ടികളുടെ എണ്ണം 5,02,000 ആയിരുന്നെങ്കിൽ 2015-16 ആയപ്പോൾ അത് 4,80,000 കുട്ടികളുടെ കുറവ് സ്വാഭാവികമായിട്ടുണ്ടാകുന്നു. പിന്നെ CBSE ICSE സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുന്നു. അത് ഈ പറയുന്ന അധ്യാപകരുടെയും ഈ പറയുന്ന എൻ്റെ ഉൾപ്പെടെ പൊതുപ്രവർത്തകരുടെയും അധ്യാപകരുടെയും ഒരു ട്രെൻഡ് അങ്ങനെയാണ്. ടൈ കെട്ടി രാവിലെ പിന്നെ CBSEക്കോ ICSEക്കോ പോയാലേ മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരായി ഒരു ക്യാമ്പയിൻ ഉണ്ടാകേണ്ടതുണ്ട്. ഒന്ന്, ഈ സ്കൂളുകൾ നിലനിൽക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായി സർക്കാർ, ഏത് സർക്കാരായാലും, ഞാൻ ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ അതിൻ്റെ അർത്ഥത്തിൽ ഞാൻ മാനേജ്മെൻറ്റ് അനുകൂലിക്കുന്നില്ല. സ്കൂളുകൾ നിലനിൽക്കണം. ഒപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇവിടെ, ഈ പറഞ്ഞ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ നിൽക്കട്ടെ, ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റുകൾ നടത്തുമ്പോൾ അവർക്ക് സർക്കാർ ആകെപ്പാടെ കൊടുക്കുന്ന മെയിൻ്റനൻസ് ഗ്രാൻഡാണ്. ഒരു 4-5 വർഷം മുമ്പ് വരെ ഒരു LP സ്കൂളിന് മെയിൻ്റനൻസ് ഗ്രാൻഡ് കൊടുക്കുന്നത് എത്രയാണെന്നറിയോ? ഒരു കുട്ടിക്ക് 3.25 രൂപയാണ്. ഒരു വർഷത്തേക്ക് ഒരു കുട്ടിക്ക് കൊടുക്കുന്നത് 3.25 രൂപയാണ്. മിനിമം സർക്കാർ PWD റേറ്റ് അനുസരിച്ചുള്ള മെയിൻ്റനൻസ് നോക്കിയിട്ട് അവിടെ കൊടുക്കാൻ ഏത് സർക്കാരായാലും, ഞാൻ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, അവർക്കത് കൊടുക്കാൻ രാഷ്ട്രീയം പറഞ്ഞോളൂ. അല്ല, രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, അങ്ങനെയല്ല ഇതിനെ കാണേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അത് അല്ല, രാഷ്ട്രീയം പറയാൻ നിങ്ങൾക്ക് രാഷ്ട്രീയം മാത്രമേ അറിയൂ. SFIക്ക് രാഷ്ട്രീയം മാത്രമേ അല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം വേണോ വേണ്ടയോ എന്നുള്ള ചർച്ചയല്ല, അതുകൊണ്ട് താങ്കൾക്ക് തുടരാം. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം പറയാൻ ഒരുപാട് രാഷ്ട്രീയം പറയാനുണ്ട്. DPEP ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടാണ് ഇത് നശിപ്പിച്ചത് പൊതുവിദ്യാഭ്യാസ രംഗം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? 90കൾ DPEP കൊണ്ടുവന്ന് കുട്ടികളുടെ പുറത്ത് അധ്യാപകന്റെ പുറത്ത് പിള്ളേരെ കയറ്റി പഠിപ്പിച്ച് ഫ്രണ്ട്സ് ആവണമെന്ന് പറഞ്ഞാൽ അത് ഏത് കൺസെപ്റ്റ് കൊണ്ടുവന്നാൽ നടപ്പാക്കാൻ പറ്റില്ല. അവിടെയുള്ള എന്റെ ഒരൊറ്റ ചോദ്യം മാത്രം. ചോദ്യം ഇതാണ്, KERൽ ഈ പ്രശ്നം ഗുരുതരമാണെന്ന് താങ്കൾ വ്യാഖ്യാനിക്കുകയുണ്ടായി, താങ്കൾ വിലയിരുത്തി. അതിന് KERൽ മാറ്റങ്ങൾ വേണം, കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടക്കണം, സർക്കാർ ഇടപെടണമെന്നും പറയുകയുണ്ടായി. കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രോആക്റ്റീവായി എന്ത് ഇടപെടലുണ്ടായി? ചർച്ച തുടരുന്നു. ശ്രീ ജ്യോതികുമാർ, ഞാൻ ചോദിച്ച ആ 2 വിഷയങ്ങൾ, അതായത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടായത്? ഇവിടെ രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ടും ആ ജനപ്രതിനിധികളെ സർക്കാരാണ് ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ടും ആ സർക്കാരാണ് ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതുകൊണ്ടും ഒരു സർക്കാരിന്റെ നയങ്ങളെയോ തീരുമാനങ്ങളെയോ ചോദ്യം ചെയ്യാതെയും സംസാരിക്കാതെയും നമുക്ക് എങ്ങനെയാണ് ജ്യോതികുമാർ ഇതൊരു വെറും സാമൂഹിക ചർച്ച മാത്രമായി കൊണ്ടുപോകാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് സർക്കാരിന്റെ നയത്തിലേക്ക് തന്നെ ഊന്നി ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്, എന്ത് ചെയ്തു കഴിഞ്ഞ സർക്കാർ? ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ രാഷ്ട്രീയം ചർച്ച ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഇടതുപക്ഷം അങ്ങനെ ചെയ്തു, വലതുപക്ഷം ഇങ്ങനെ പൊതുവായി ചർച്ച ചെയ്യേണ്ട കുറെ വിഷയങ്ങൾ ഇതിനകത്ത് ഇടതും വലതും വിടൂ. കഴിഞ്ഞ സർക്കാർ, കേരള സർക്കാർ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കഴിഞ്ഞ സർക്കാർ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ സർക്കാർ കഴിഞ്ഞല്ലോ, ഇപ്പൊ ഇവർ ഏറ്റെടുത്തല്ലോ. മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാൻ വേണ്ടി അവർ അപേക്ഷ കൊടുത്തിരുന്നു. അപേക്ഷയുടെ പുറത്ത് അവർ തന്നെ ഹൈക്കോടതിയിൽ നിന്ന്, മാനേജ്മെന്റ് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിച്ചു. ആ വിധിയുടെ പുറത്ത് അപ്പീൽ പോയാൽ നിലനിൽക്കില്ല എന്ന് ലീഗൽ ഒപ്പീനിയൻ കിട്ടിയതിന്റെ പുറത്താണ് അപ്പീൽ പോകാതിരുന്നത്. പക്ഷെ അത് പൂട്ടാതിരിക്കാൻ ശ്രമിച്ചു, ശ്രദ്ധിക്കുകയും ചെയ്തു. അതുപോലെ അപേക്ഷ കിട്ടി. ഞാൻ പറയാം, അൺഎക്കണോമിക്, അതായത് 10 കുട്ടികളെ വെച്ചുകൊണ്ട് ഒരു സ്കൂൾ നടന്നത്, അത് എയ്ഡഡോ ഗവൺമെന്റോ, എയ്ഡഡ് എന്നുള്ള ഭാഗം നിങ്ങൾ വിട്, ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ തന്നെ ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് 1 കിലോമീറ്റർ റേഡിയസിനകത്ത് പ്രൈമറി സ്കൂളുകൾ ഉണ്ടാകണം, 3 കിലോമീറ്റർ റേഡിയസിനകത്ത് UPS സ്കൂളുകൾ ഉണ്ടാവണം. ഇവിടെ അത്തരത്തിൽ ഒരു കേസ് സ്റ്റഡി നടത്തി, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു കേസ് സ്റ്റഡി നടത്തി, ഇതിന് കൂലങ്കഷമായ ഒരു ചർച്ച നടത്തി. ഞാൻ വീണ്ടും എന്റെ ചോദ്യം ആവർത്തിക്കുകയാണ് അവിടെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർക്കാരിന്റെ, നമ്മളെ ഭരിക്കുന്നത് സർക്കാരുകളാണെന്നുള്ളത് കൊണ്ടും ആ സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള നടപടികളെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ചർച്ച മുന്നോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ ചോദ്യം ജനുവിൻ അല്ലെങ്കിൽ താങ്കൾക്ക് ജനുവിനിറ്റിയെ കുറിച്ച് പറയാം, എന്റെ ഉദ്ദേശത്തിനെ കുറിച്ചല്ല. ആ ചോദ്യത്തിനുള്ളിൽ കാമ്പില്ലെങ്കിൽ, ചോദ്യം ശരിയല്ലെങ്കിൽ, അടിസ്ഥാനപരമായി തെറ്റാണെങ്കിൽ താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാം. പക്ഷേ ചോദ്യം ഇതാണ്, തെറ്റാണെങ്കിൽ താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്തെന്ന് കൂടെ വ്യാഖ്യാനിക്കാം. സർക്കാർ എന്ത് നിലപാട് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടി എടുത്തു? അവിടെയാണ് ഞാൻ പറഞ്ഞത്, 90കൾ മുതൽ മാറി മാറി വന്ന സർക്കാരുകൾ ഈ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശക്തമായ നിലപാടുകൾ എടുത്തില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം നിങ്ങൾ സ്വാഭാവികമായിട്ടും പറയും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അതല്ലോ താങ്കളുടെ ഉത്തരം. സർ, 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഒന്ന്, ശ്രീ നാസർ എടരിക്കോട് ചൂണ്ടിക്കാണിച്ചതും ശ്രീ ജ്യോതികുമാർ വിശദീകരിച്ചതുമായിട്ടുള്ള വിഷയം. എയ്ഡഡ് സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ ലാഭകരമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് സസ്റ്റൈനബിളായി മുന്നോട്ട് പോകുന്നില്ല. ഇന്ന് സർക്കാർ കൊടുക്കുന്ന ഗ്രാൻറ്റോ ഒന്നും സപ്പോർട്ടോ അതിന് പര്യാപ്തമല്ല. അതുകൊണ്ട് ഇതല്ലാതെ മറ്റ് വഴികളില്ല, വഴികളുണ്ടെങ്കിൽ കൂടുതൽ വഴികൾ തേടേണ്ടിയിരിക്കുന്നു. 1. 2, എല്ലാ സർക്കാരുകളും ഇതേപോലെ പൊതുവിദ്യാഭ്യാസത്തിന് അവഗണിച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് 2 ആരോപണം. 1, നാസർ എടരിക്കോടിന്റെ ആവശ്യം, 2, ജ്യോതികുമാർ ഉന്നയിച്ച ആരോപണം. എങ്ങനെ കാണും? ആദ്യത്തതിന് തന്നെ ഈ മാനേജ്മെന്റിന് സ്കൂളുകൾ നിർത്തുന്നതിന് വേണ്ടിയിട്ട് 1 വർഷത്തിന് മുമ്പ് അപേക്ഷ കൊടുക്കണം. 1 വർഷത്തിന് മുമ്പ് അപേക്ഷ കൊടുക്കുമ്പോൾ അത് DPI
അപേക്ഷ സ്വീകരിച്ചിട്ട് അത് അന്വേഷിക്കണം. ഇവിടെ പള്ളിക്കൂടം നടത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. അത്തരം യാതൊരു അന്വേഷണവും നടത്താതെയാണ് ഒരു സുപ്രഭാതത്തിൽ DPI ഉത്തരവ് കൊടുക്കുന്നത് അത് അടച്ചുപൂട്ടാൻ, വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിടുന്നത്. അതാണ് കഴിഞ്ഞ പാർലമെന്റ് തലേ ദിവസം മലാപ്പറമ്പ് സ്കൂള് ഇടിച്ചു പൊളിക്കുവാൻ JCB കൊണ്ട് ഉപയോഗിച്ച് ഇടിച്ചു പൊളിച്ചത്. അവിടെ സമൂഹം ഒന്നടങ്കമാണ്, അധ്യാപകരും വിദ്യാർത്ഥികളും മുഴുവൻ സമൂഹങ്ങൾ ഒന്നടങ്കമാണ് അത് പണിത് ഉയർത്തിയെടുത്തത്. ഇന്ന് മലാപ്പറമ്പ് സ്കൂളിൽ എല്ലാ സൗകര്യങ്ങളുള്ള സാഹചര്യമൊക്കെ KST അടക്കം അതിന് 12 ലക്ഷം രൂപയാണ് അന്ന് കൊടുത്തത്. അപ്പം മാനേജ്മെൻറ്റ് പേർക്ക് നടത്തിക്കൊണ്ടു പോകാൻ ചില ബുദ്ധിമുട്ടുണ്ട്. ചില പ്രൈമറി LP സ്കൂളുകൾക്ക് ആ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് കളമൊരുക്കിയത് ഇവിടെ UDF കാലഘട്ടത്തിലുണ്ടായ വിദ്യാഭ്യാസ നയമാണ്. യാതൊരു ഇപ്പോൾ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ചിട്ടാണെങ്കിൽ ചുറ്റളവിൽ ഇത്ര കിലോമീറ്റർ പള്ളിക്കൂടം വേണം പറയുന്നത്, അതൊന്നും നോക്കാതെ ഇഷ്ടം പോലെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ അനുവദിച്ചു കൊടുത്തു. കഴിഞ്ഞ ഒറ്റ വർഷക്കാലം 555 അൺഎയ്ഡഡ് വിദ്യാലയമാണ് ഈ ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തത്. അതിന്റെ കൂടി കിട്ടാണ് പാവപ്പെട്ട കൊടുക്കൂല പ്രഖ്യാപിക്കാൻ കഴിയും. KSTക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. പറയാം, KST യാതൊരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് യാതൊരു അൺഎയ്ഡഡ് സ്കൂളുകൾക്കും അംഗീകാരം കൊടുക്കുകയില്ല. അംഗീകാരമില്ലാത്ത പൂട്ടാനുള്ള സമീപനം സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം ഒട്ടേറെ അംഗീകാരമില്ലാത്ത പള്ളികളും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 550 ശരി. അതായത് ഒന്ന് അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്കൂളുകൾ ഒരുപാട് കൊടുത്തതാണ് ഈ പ്രശ്നത്തിന്റെ ഒരു കാരണം. ഞാൻ അവിടെ ഒന്ന് ചോദിക്കുന്നത്, യഥാർത്ഥത്തിൽ ശ്രീ നാസർ ഉന്നയിച്ച ഒരു വിഷയം, നാസർ താങ്കളിലേക്ക് വരാം അതിനെക്കുറിച്ച് ചോദിക്കാൻ തന്നെ. നാസർ ഉന്നയിച്ച ഒരു വിഷയമുണ്ട്, പല സ്കൂളുകൾക്കും നിന്നു പോകുവാൻ കഴിയുന്നില്ല. ജ്യോതികുമാറും അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വിഷയം റിയലിസ്റ്റിക്കലി ഉണ്ടോ? ഉണ്ട്. കാരണം ചില ലോവർ പ്രൈമറി സ്കൂളുകൾ, ഇൻഡിവിജ്വലായിട്ടുള്ള ലോവർ പ്രൈമറി സ്കൂളുകൾക്ക് മാനേജർമാർ യാതൊരുവിധ സഹായവും ശ്രദ്ധിക്കുന്നില്ല. കാരണം മുൻപ് അവരുടെ പൂർവികർ തുടങ്ങിയിരുന്നത് ഇത് പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. വ്യക്തമാണ്. ഞാൻ തിരിച്ചു ശ്രീ നാസർ, ചില LP സ്കൂളുകൾക്ക്, ചില ലോവർ പ്രൈമറി സ്കൂളുകൾക്ക് സസ്റ്റൈനബിൾ ആയി പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ആ സാഹചര്യത്തിന്റെ കാരണം പലപ്പോഴും ഇന്ന് ആ സ്കൂളുകൾ നടത്തുന്ന ആൾക്കാർ ആ സ്കൂൾ നടത്താൻ തൽപരരല്ല, അതല്ലെങ്കിൽ അതിന് ശേഷിയുള്ളവരല്ല എന്നുള്ള ഒരു വിഷയം കൂടെ അവിടെ ഉയർന്നു വരുന്നു. അപ്പോൾ സർക്കാർ എന്തുമാത്രം സേവനങ്ങൾ ചെയ്തു കൊടുത്താലും അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തിക സഹായം കൊടുത്താലും അത് കൃത്യമായി ഓടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. പലപ്പോഴും കുട്ടികൾ എങ്ങനെയെങ്കിലും കുറഞ്ഞു വന്ന് സ്കൂൾ പൂട്ടണം എന്നുള്ള ഒരു താല്പര്യത്തിലാണ് പലരും സ്കൂളുകൾ നടത്തുന്നതെന്നും പറഞ്ഞു കേൾക്കാറുണ്ട്. ശ്രീനാസ്, അത് ചില ഒറ്റപ്പെട്ട സ്കൂളുകളാണ് ഇത് മനസ്സിലാക്കാൻ കഴിയും. ചില മാനേജ്മെൻറ്റ് നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ബന്ധുക്കൾക്കോ മറ്റാളുകൾക്കോ കൈമാറി നീക്കാവുന്നതാണ്. അതിനേക്കാൾ അപ്പുറം ഇവിടെ നേരത്തെ KSTയുടെ നേതാവും SFയുടെ നേതാവും ഒക്കെ സൂചിപ്പിച്ച പോലെ തന്നെ വ്യാപകമായി അൺഎയ്ഡഡ് സ്കൂളുകൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാറി മാറി വരുന്ന സർക്കാർ അധ്യാപക സംഘടനകളും മാനേജ്മെൻറ്റ് പ്രതിനിധികളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഈ ഗവൺമെൻറ് പോകാൻ നിൽക്കുന്ന 2 മാസങ്ങൾ മുമ്പ് വ്യാപകമായി ഒരു അൺഎയ്ഡഡ് സ്കൂൾ കൊടുത്തു. ഞാൻ ആ ലിസ്റ്റ് പരിശോധിച്ചാൽ 20 സെൻറ്റ് സ്ഥലം പള്ളിപ്പറമ്പ് കളിസ്ഥലമാക്കിക്കൊണ്ട്, അതായത് ഖബറിൽ അടിയിൽ ഖബറിൽ ആളുകൾ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്നവരുടെ മുകളിൽ ആ പറമ്പ് കാണിച്ചു കൊടുത്തുകൊണ്ട് വ്യാപകമായി അൺഎയ്ഡഡ് സ്കൂൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്, കഴിഞ്ഞ ഗവൺമെൻറ് കൊടുത്ത സ്കൂളുകൾ വിദ്യാഭ്യാസ അവകാശ നിയമം 12-13 ശേഷം കൊടുത്തിട്ടുള്ള സ്കൂളുകൾ ആ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചിട്ടുണ്ടോ ഒന്ന് പുനഃപരിശോധിക്കുന്നത് നന്നായിരിക്കും. 100% ഗ്യാരണ്ടി പറയാൻ പറ്റും. അത്തരം സ്കൂളുകൾക്ക് നിലവിലുള്ള സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഒരു എയ്ഡഡ് സ്കൂളോ സർക്കാർ സ്കൂളിന് അതിൻ്റെ 1 കിലോമീറ്ററിനുള്ളിൽ ശരിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തിൽ പറഞ്ഞ സ്കൂൾ മാപ്പിംഗ് നടത്തണമെന്നാണ്. വില്ലേജ് ഓഫീസറുടെ അടിസ്ഥാനത്തിൽ മാപ്പിംഗ് നടത്തണം. ആ മാപ്പിംഗ് നടന്നിട്ടില്ല. അതിന് പകരം ചോദിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെടുത്താനും പ്രീതിപ്പെടുത്താനും വേണ്ടി കൊടുത്തതിൻ്റെ ഫലമായിട്ട് വ്യാപകമായി വീണ്ടും കുഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ് സംസാരിക്കുന്നത്. കോട്ടക്കൽ മുനിസിപ്പാലിറ്റി പോപ്പുലർ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ആ ടൗണിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു LP സ്കൂളുണ്ട്. അവിടെ ഞാൻ പോയി നേരിട്ട് അന്വേഷിച്ച ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അടുത്ത പൂട്ടാനുള്ള ലിസ്റ്റിൽപ്പെട്ട സ്കൂളാണ്. ആകെ 7 കുട്ടികൾ അവിടെ പഠിക്കുന്നത്. അതിൽ 2 കുട്ടികൾ വികലാംഗര സ്കൂൾക്ക് വരലില്ല. വെറും 5 കുട്ടികൾ. അവിടെ 2 അധ്യാപകർക്ക് വേണ്ടി 1 ലക്ഷത്തിലധികം ശമ്പളം കൊടുക്കുന്നു. സർക്കാരിൻ്റെ ഖജനാവുന്ന 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തൊട്ടടുത്ത 5 സ്കൂളുകൾ, 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ 5 സ്കൂളുകൾ നേരിട്ട് വന്ന പരിശോധിക്കാൻ ഞാൻ കാണിച്ചു തരാൻ കഴിയും.
ആ സ്കൂളിലേക്ക് ഈ 5 കുട്ടികളെ മാറ്റുകയാണെങ്കിൽ സർക്കാരിൻ്റെ ഖജനാവ് ഇങ്ങനെ പോകേണ്ടതുണ്ടോ? അതേ സ്ഥാനത്ത് 1 കിലോമീറ്ററിനുള്ളിൽ സൗകര്യമില്ലാത്ത സ്ഥലത്ത് ഏത് മാനേജ്മെൻറ്റ് പൂട്ടുകയാണെങ്കിൽ ആ സ്കൂൾ നിലനിർത്താനും സർക്കാർ അത് ഏറ്റെടുക്കാനും തയ്യാറാകുമ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ സർക്കാർ ഏറ്റെടുക്കുക എന്ന് പറയുമ്പോഴേക്ക് തന്നെ പല മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് വിളികൾ വന്നിരുന്നു, ഞങ്ങളെ സ്കൂളും കൊടുക്കാനുണ്ട്, സർക്കാരിനോട് ഏറ്റെടുക്കാൻ പറയൂ, സർക്കാരിനോട് ഏറ്റെടുക്കാൻ പറയുമെന്നാണ്. ഇതിനൊരു ചർച്ചയ്ക്ക് പരിഹാരം ഞങ്ങൾക്ക് എത്രയോ ചർച്ചയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ പണ്ടത്തെ ചിലവൊന്നുമല്ല. ഇപ്പോൾ ഒരു വൈറ്റ് വാഷ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ വൈദ്യുതിയുടെ ചാർജ് അടക്കണമെങ്കിലും അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനം ഒരു വർഷം സ്കൂളിൻ്റെ നടത്തണമെങ്കിൽ ഇപ്പം നമുക്കറിയാലോ, സ്കൂൾ തുറന്നു, ഇന്ന് തുറന്നിട്ട് 6th വർക്കിൻ്റെ റിപ്പോർട്ടാണ്. ഞാൻ പറയുന്നു 50% സ്കൂളുകൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എഞ്ചിനീയർമാർ കൊടുത്തിട്ടില്ല. സ്കൂൾ ശരിക്ക് തുറക്കണമെങ്കിൽ KER വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുള്ള സ്കൂളുകളെ തുറക്കാൻ പാടുള്ളൂ. ഇന്നിപ്പോൾ ഒരു സ്കൂൾ കെട്ടിടം പൊളിഞ്ഞു വീണു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇത് നടത്തിക്കൊണ്ടുപോകുമ്പോൾ അറ്റകുറ്റപ്പണി നടത്തണമെങ്കിലും ഭാരിച്ച തുക വരുന്ന സമയത്ത് ഗ്രാമപഞ്ചായത്തുകളോ ബ്ലോക്ക് പഞ്ചായത്തൊക്കെ ചെയ്യുന്ന സമയത്ത് മാനേജ്മെൻറ്റിന് താല്പര്യമില്ലെങ്കിൽ സർക്കാർ പഞ്ചായത്തോ അല്ലെങ്കിൽ ബ്ലോക്കോ ജില്ലയോ അത് ഏറ്റെടുക്കാനും അതിന് ഇപ്പം നമുക്കറിയാം റോഡ് വീതി കൂട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ സർക്കാരിന് നമ്മൾ പൊതുവായ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രദേശത്ത് അക്വസേഷൻ നടപടി പോലെ നെഗോസിയേഷൻ വാല്യൂ ചെയ്യുന്നത് പോലെ സ്കൂളുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അത് സമൂഹത്തിന് ഒരു ഗുണമാവും. ഏറ്റെടുക്കുന്ന നല്ല പ്രവണതയോട് പോകുന്നതിന് ഞങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും. അതല്ല നടത്തിക്കൊണ്ടു പോകുന്ന സർക്കാരിനെ കൊണ്ട് കാര്യം ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് കുട്ടികൾ വന്നാൽ മതി, അങ്ങനെ പതിയെ കുട്ടികൾ വന്ന് ഇതങ്ങ് നിർത്തണം, അങ്ങ് പൂട്ടിപ്പോണം എന്ന് വിചാരിക്കുന്ന, തങ്ങൾക്ക് ആള് വന്നുകൊണ്ടിരുന്നാൽ പൂട്ടാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് കുട്ടികൾ വരണമെന്ന് നിർബന്ധമില്ല എന്ന് കരുതിയിരിക്കുന്ന ഒരു കൂട്ടം മാനേജ്മെന്റുകളും ഈ എയ്ഡഡ് സ്കൂളുകളിലുണ്ടോ? അല്ലാതെ മാനേജ്മെൻറ്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ പഠിപ്പിക്കുന്ന അധ്യാപക സമൂഹം അല്ലെങ്കിൽ ആ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്തുകൾ, അവിടുത്തെ MLAമാർ, ജനപ്രതിനിധികൾക്കൊക്കെ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഇന്നത്തെ കാലത്ത് റോഡൊന്നുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസവും ആരോഗ്യമാണ്. ആരോഗ്യവും വിദ്യാഭ്യാസവും കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവിടെ ഒരു സർക്കാരിൻ്റെ ത്രിതല പഞ്ചായത്തിൻ്റെ സർക്കാരിൻ്റെ ആവശ്യമില്ല എന്നാണ് പൊതുസമൂഹത്തിലെ പ്രവർത്തകൻ ഞാൻ തിരിച്ചു വരാം. വിജിൻ, രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന്, സ്കൂളുകൾ പലതും, പ്രത്യേകിച്ച് LP സ്കൂളുകൾ, നമ്മളിപ്പോൾ LP സ്കൂളുകളിലേക്കുള്ള എൻറോൾമെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൽ ഏതാണ്ട് 2,70,453 പേർ എൻറോൾ ചെയ്യപ്പെടുമ്പോൾ ഏതാണ്ട് 5 ലക്ഷത്തിലധികം, കൃത്യമായി പറഞ്ഞാൽ 5,79,000 ആൾക്കാരാണ് എയ്ഡഡ് സ്കൂളുകളിലെ എൻറോൾമെൻറ്റ് വരുന്നത്. LPയിൽ ഒരു വലിയ വ്യത്യാസം വരുന്നുണ്ട്, അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ ഒരു വലിയ നമ്പർ ഓഫ് ആൾക്കാർ എൻറോൾ ചെയ്യുന്നുണ്ട്. അതെ, ഈ പല സ്കൂളുകളും കൃത്യമായിട്ട് ഓടിക്കാൻ കഴിയുന്നില്ല, കൃത്യമായിട്ട് അവർക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വരുമാനം ഉണ്ടാകുന്നില്ല, സാമ്പത്തിക ശേഷി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ പല മാനേജർമാരും ബുദ്ധിമുട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നാസർ ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് അസോസിയേഷന്റെ ഒരു അഭിപ്രായം. തിരിച്ചു വരാൻ വിജനിലേക്ക്, ഒരു ചർച്ച തുടരുന്നു. വിജൻ, ഇവിടെ ഏറ്റവും ശക്തമായ നിയമനിർമ്മാണം കൊണ്ടുവരണം എന്ന് തന്നെയാണ് SFIയുടെ നിലപാട്. ഞാൻ കൃത്യമായി പറഞ്ഞതുമാണ്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ ഏറ്റവും ശക്തമായി ഇടപെടലിന് തന്നെയാണ് ഈ ഗവൺമെൻറ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയം പറയാതെ പോകാൻ പറ്റില്ലാത്ത സാഹചര്യത്തിൽ തന്നെയാണ് പൊതുവിദ്യാഭ്യാസം നിലനിൽക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്ത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടി ഏറ്റവും ശക്തമായി ഇടപെടൽ നടത്തിയ UDF ഗവൺമെൻറ്റിനെതിരെ പറയാതെ പോകാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ പറയുന്നു കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറയുന്നു, എയ്ഡഡ് മേഖലയിലേക്ക് കുട്ടികൾ വരുന്നില്ല. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ ആകർഷകമാക്കണം എന്ന രീതിയിൽ യാതൊരു സംശയവുമില്ല. അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്, അക്കാദമിക് അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ മാറ്റം വരുത്തിയ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കോടാലി LP സ്കൂളും നടക്കാവ് സ്കൂളും ഒക്കെ നമ്മുടെ മുന്നിൽ അതിനൊരു മോഡലായി തന്നെ നിൽക്കുകയാണ്. ആ നിലയിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ മാറണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ശക്തമായ പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. ആ നിലയിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ എന്ന രീതിയിലുള്ള ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉൾപ്പെടെ നടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല തകർത്തത് കഴിഞ്ഞ UDF ഗവൺമെൻറ് നടത്തിയത്, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെക്കുറിച്ച് രക്ഷിതാക്കളുടെ കാഴ്ചപ്പാടെന്താ? പാഠപുസ്തകം കിട്ടാത്ത ഇടം അത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ, പരീക്ഷാ സമ്പ്രദായം കൃത്യമായി നടത്താത്തത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ,
സ്കൂൾ അടക്കുമ്പോൾ യൂണിഫോം കൊടുക്കുന്ന ഇടം, അതുപോലെ തന്നെ ഉച്ചക്കഞ്ഞി സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു, അത് തകർത്ത് തരിപ്പണമാക്കി, അത് കൊടുക്കുന്നില്ല. പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച കുട്ടികൾ SLC പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിച്ചാലും അത് വാരി A+ കൊടുക്കുന്ന ഇടങ്ങളാക്കി മാറ്റിയ നയങ്ങൾ ഏത് ഗവൺമെൻറ്റിനാണ്? അത് പറയുമ്പോഴാണ് ഇവിടെ പറഞ്ഞ രാഷ്ട്രീയം പറയാതെ പോകാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ പറയുന്ന രീതിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പഠനം നടത്തണം, മാറ്റങ്ങൾ വരണം, ആകർഷകമാക്കണം. പക്ഷേ ആ നിലയിൽ ഉൾപ്പെടെ പോകുമ്പോഴും രാഷ്ട്രീയം പറയാതെ പോകാൻ വേണ്ടി സാധിക്കില്ല. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ആകർഷിക്കുന്ന നിലയിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് കഴിഞ്ഞ UDF ഗവൺമെൻറ് സ്വീകരിച്ചു. ഇവിടെ മാഷ് പറഞ്ഞ മറ്റൊരു കാര്യം, അൺഎയ്ഡഡ് മേഖലയിൽ കൂണ് പോലെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അംഗീകാരമുണ്ടോ എന്ന കാര്യത്തിൽ പോലും ഏറ്റവും ശക്തമായ പരിശോധന നടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ മാനേജറിൻ്റെ അസോസിയേഷൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ പരിശോധന നടക്കണം, അതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. നിരവധി CBSE സ്കൂളുകൾ എന്ന പേരിൽ വ്യാജേന കേരളത്തിൽ പ്രവർത്തിക്കുന്ന അൺഎയ്ഡഡ് മേഖലയിലെ സ്ഥാപനങ്ങളെക്കുറിച്ച്, പ്രൈവറ്റ് മേഖല സ്ഥാപനങ്ങളെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. യോഗ്യതയില്ലാത്ത ഒരു സ്ഥാപനങ്ങളും പ്രവർത്തിക്കത്തക്ക നിലയിലേക്ക് പോകരുത്. പക്ഷേ ആ രീതിയിലേക്ക് ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റിയതിൽ കഴിഞ്ഞ UDFൻ്റെ സർക്കാരിന് പങ്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആകർഷകമാകുന്ന രീതിയിലേക്ക് ഈ ഗവൺമെന്റ് മാറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ പറയുന്ന ഇപ്പോൾ കുട്ടികൾ വരുന്നില്ല, അതല്ലെങ്കിൽ നഷ്ടം നേരിടുന്നു എന്നൊക്കെ പറയുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൃത്യമായ രീതിയിൽ പഠന സമ്പ്രദായങ്ങൾ നടപ്പിൽ വരുത്തുകയും നല്ല രീതിയിൽ പഠിപ്പിക്കുകയും നല്ല റിസൾട്ട് വാങ്ങി കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രീതിയിൽ ഈ സ്കൂളുകൾ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുകയും ഒരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ ഇതിന് കുറച്ചുകൂടെ നന്നായി നിലനിന്ന് പോകാൻ കഴിയും എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നടക്കാവ് സ്കൂളായാലും കോടാലി LP സ്കൂളായാലും അതുപോലെ ഒരുപാട് മോഡലുകൾ നമുക്ക് പറയാനുണ്ട്. ഈ പറഞ്ഞതുപോലെ പലപ്പോഴും ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ, ഈ വർഷമോ അതിന് മുമ്പത്തെ വർഷമോ എന്നുള്ളതല്ല, പക്ഷേ കുറച്ച് വർഷങ്ങളിൽ ഈ പറയുന്ന പല എയ്ഡഡ് സ്കൂളുകളും കൃത്യമായിട്ട് ശമ്പളം സർക്കാരിൽ നിന്നുണ്ടാകുന്നു, മറ്റ് ആനുകൂല്യങ്ങൾ അധ്യാപകർക്കുണ്ടാകുന്നു, അധ്യാപക നിയമനങ്ങൾ അതാത് സ്കൂളുകൾ തന്നെ നടത്തുന്നു. പലപ്പോഴും ഈ അധ്യാപകരുടെ പുറത്ത് കൃത്യമായ ഒരു കൺട്രോളോ കൃത്യമായ ഒരു കോർഡിനേഷനോ പലപ്പോഴും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവാരം, പഠനത്തിൻ്റെയും അധ്യയനത്തിൻ്റെ നിലവാരം താഴേക്ക് പോകുന്നു. സ്വാഭാവികമായിട്ടും അധ്യയനത്തിൻ്റെ നിലവാരം താഴേക്ക് പോകുമ്പോൾ കുട്ടികളുടെ നിലവാരം താഴേക്ക് പോകുന്നു, വരുന്ന കുട്ടികളുടെ എണ്ണം കുറയുന്നു. ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നും അവരെ കൃത്യമായി ചെയ്യിക്കുന്നതിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു അലംഭാവമാണോ ഇന്ന് ഈ എയ്ഡഡ് സ്കൂളുകൾ നേരിടുന്ന പ്രശ്നത്തിന്റെ ഒരു കാരണം? ഒരു കാര്യം മനസ്സിലാക്കണം, എയ്ഡഡ് സ്കൂളിലും ഗവൺമെന്റ് സ്കൂളുകളിലും വരുന്ന കുട്ടികൾ സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ്. സാമ്പത്തികമായി ഉയർന്നവരുടെ മക്കളെല്ലാം അൺഎയ്ഡഡ് മേഖലയിലേക്കാണ് പോകുന്നത്. അവർക്ക് എല്ലാവിധ ഒരു ദിവസം എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് ആ കുട്ടികൾ വരുന്നത്. ഇവിടെ കൂലിപ്പണിക്കാരൻ്റെയും പട്ടികജാതിക്കാരൻ്റെയും മത്സ്യത്തൊഴിലാളികളുടെയും കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഏറെ പേരും വരുന്നത്. അവരെയാണ് ഞങ്ങൾ വളർത്തി പഠിപ്പിച്ച് എടുത്ത് കൊണ്ടുപോകുന്നത്. ഇവരുടെ പഠന നിലവാരം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് KSTA എല്ലാ വർഷവും സർക്കാർ ഏതൊന്നും നോക്കാതെ അക്കാദമി രംഗം മെച്ചപ്പെടുത്താൻ ഒട്ടേറെ കർമ്മ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൽ വിദ്യാഭ്യാസ വികസന പദ്ധതിയുണ്ട്, വിദ്യാജ്യോതിയുണ്ട്. സ്കൂളുകൾ സബ് ജില്ലയിൽ 1-2 LP സ്കൂളുകൾ ഞങ്ങൾ ഏറ്റെടുത്ത് അവിടെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുവാൻ സഹായം ഇനിയും ഞങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഒട്ടേറെ എയ്ഡഡ് ഗവൺമെൻറ് വിദ്യാലയങ്ങൾ പഠന നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ ആകർഷിക്കാൻ കഴിഞ്ഞത്. എനിക്ക് എൻ്റെ ജില്ലയിൽ ടാഗോർ LPS എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ, ആ ടാഗോർ LPSൽ മലയാളം മീഡിയം മാത്രമാണുള്ളത്. ഇന്ന് അവിടെ അഡ്മിഷൻ 1-ാം ക്ലാസ് നിർത്തിവെച്ചു, 100 കുട്ടികൾ കൂടുതൽ വന്നു. ഇങ്ങനെ അർപ്പണ മനോഭാവത്തോടു കൂടി കുട്ടികളെ, അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷാകർത്താക്കളെയും പൊതുവിദ്യാലയത്തിൽ ആകർഷിക്കുന്ന ഒരു നയസമീപനം ഒരു ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞാൽ പൊതുവിദ്യാലയങ്ങൾ ആകർഷകമാകുകയും അവിടെ കുട്ടികൾക്ക് വരികയും ചെയ്യാം. അതിനുള്ള സാഹചര്യമാണ് ഉണ്ടാവുന്നത്. തിരിച്ചു വരാം. ശ്രീനാസ്, പൊതുവിദ്യാലയങ്ങളെ കൂടുതൽ ആകർഷകമാക്കാൻ, കാരണം അൺഎയ്ഡഡ് സ്കൂളുകൾ എത്ര ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് ഇപ്പോഴും വിദ്യാഭ്യാസം ലഭിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നാണ്. ഈ പൊതുവിദ്യാലയങ്ങൾ നിലനിൽപ്പായിരിക്കും ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള നിലനിൽപ്പിന് അടിസ്ഥാനമാകുന്നതും. ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും മനോഹരമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ എന്ത് നീക്കമാണ് എടുക്കേണ്ടത് സർക്കാർ സ്കൂളുകളിലും ഒപ്പം എയ്ഡഡ് സ്കൂളുകളിലും സർക്കാർ ചെയ്യേണ്ടത്? സർക്കാർ എയ്ഡഡ് സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളുകളും ഒരമ്മ പെറ്റ മക്കളെ പോലെ കാണാനുള്ള ഒരു മനസ്ഥിതി ആദ്യം ഉണ്ടായിരിക്കണം. നമുക്കറിയാം, വിദ്യാഭ്യാസം ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും പഠിച്ച കുട്ടികൾക്കാണ് റാങ്ക് വാരിക്കോറ്റിയത്, അല്ലാതെ അൺഎയ്ഡഡ് സ്കൂളുകൾ പഠിച്ച ആളുകളൊന്നുമല്ല. പൊതുവിദ്യാഭ്യാസ മേഖല അധ്യാപക സമൂഹം ചെയ്യുന്ന സേവനങ്ങളെ വിസ്മരിക്കാൻ പാടില്ല. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യവും കാലഘട്ടത്തിനനുസരിച്ച് ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവിടെയൊന്നും കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കുമില്ല,
എത്രയോ ഡിവിഷൻ കൂട്ടിയിട്ട് അവിടെ ആളെ നിയമിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഞങ്ങളുടെ മാനേജ്മെൻറ്റിൽ തന്നെയുള്ള എടരിക്കോട് PKMM ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്ന് അന്വേഷിക്കണം. 6000 7000 കുട്ടികൾ 8, 9, 10 ക്ലാസ്സുകളിൽ മാത്രം പഠിക്കുന്നു. ഈ വർഷം അഡ്മിഷൻ നിർത്തിവെക്കേണ്ടി വന്നു. കാരണം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ ഒരു ക്ലാസ് റൂമിൽ 20 കുട്ടികളെ പാടുള്ളൂ എന്ന് വരുമ്പോൾ സ്കൂളിൻ്റെ 150ഓളം റൂമുകൾ ഫുള്ളാകുന്ന രൂപത്തിലുള്ള കുട്ടികൾ അവിടെ ഉള്ളത്. അതായത് 8ാം ക്ലാസ്സിൽ മാത്രം 2300-ലധികം കുട്ടികൾ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ ഗുണനിലവാരം മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ SLC റിസൾട്ടിൽ ഞാൻ ഉദാഹരണത്തിന് പറയുകയാണ്, എയ്ഡഡ് സ്കൂളുകളിൽ മാത്രം 274 ഫുൾ A+ ഉള്ള കുട്ടികളാണ് SLCക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താ? സർക്കാർ തൊട്ടടുത്ത് ഗവൺമെൻറ് UP സ്കൂള്, അതിൻ്റെ പരിസരത്തുള്ള സ്കൂളുകളൊക്കെ തന്നെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ പഠിച്ചാൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടാൻ ഏറ്റവും നല്ലത് കോഴ്സ് കഴിഞ്ഞാൽ ട്രെയിനിങ് കഴിഞ്ഞ അധ്യാപകർ തന്നെയാണുള്ളത്. അവിടെ ഏറ്റവും ചെയ്യാനുള്ള ഒരു കാരണം അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തേണ്ടത്. അത് ചില മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റ് ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അവിടെ ഒരു പോസിറ്റീവ് ഇടപെടൽ സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ കാലം എന്നല്ല 4-5 വർഷമായിട്ട് മെയിൻ്റനൻസ് ഗ്രാൻഡ് നമുക്കകത്തെ നമുക്കറിയാം ഒരു പല സ്കൂളുകളും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ സോഴ്സുകളൊന്നുമില്ല. അവിടുത്തെ കുട്ടികൾ എന്തൊരു തെറ്റ് ചെയ്തു? ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം ഒക്കെ പറയുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുമ്പോൾ എയ്ഡഡ് സ്കൂളുകളെ മാറ്റി നിർത്തുന്നു. അതുകൊണ്ട് 8000-ഓളം വിദ്യാലയങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടേണ്ട ആനുകൂല്യം ഇല്ലാതെ ആ യൂണിഫോം നൽകുന്നില്ല. സർക്കാർ ബഡ്ജറ്റ് ഫണ്ട് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ടേമിൽ യൂണിഫോം കൊടുക്കാനുള്ള ശ്രമം നടത്തിയത്. അതുപോലെ തന്നെ സ്കൂളുകളിൽ BPL കുട്ടികൾ വേറെയായി കാണുന്നു. ഒരു കുട്ടികളുടെ ഇടയിൽ വിവേചനം പാടില്ല. അതുപോലെ തന്നെ അടിസ്ഥാന ടോയ്ലറ്റ്, മൂത്രപ്പുര, പിന്നെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഫാൻ, ലൈറ്റ്, ടൈൽസ്, കുടിവെള്ള സൗകര്യം, അങ്ങനെ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഇതിനൊരു ഇടപെടൽ ഇപ്പോൾ പോസിറ്റീവായിട്ട് ഞാൻ പറയാം. ഒരു സ്കൂൾ ഞാൻ തൊട്ടടുത്ത് വേണമെങ്കിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ക്ലാരി സൗത്ത് AMLP സ്കൂൾ, എന്നാൽ ജനകീയ ഇടപെടലോടുകൂടി അവിടെ മുറ്റം വരെ നല്ല കട്ട പതിച്ച് മിനുസമുള്ള മനോഹരമായ കെട്ടിടാക്കി 4500 സ്ക്വയർ ഫീറ്റ് അവിടെ കട്ട വിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാരാണ്. പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകൾ അവിടെ ഗേറ്റ് വെച്ചു. അവിടെ തന്നെ ക്ലാസ് റൂം ടീച്ചേഴ്സിൻ്റെ വക ഓരോ ക്ലാസ് അവനവൻ പഠിക്കുന്ന ക്ലാസ്സും വരാന്തയും ടീച്ചേഴ്സ് തന്നെ ടൈൽസ് വധിച്ചു കൊടുത്തു. ഒരു മാതൃകാപരമായിട്ട് ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് ഇവിടെ ഇപ്പോൾ ഈ താങ്കൾ എടുത്ത് ചൂണ്ടിക്കാണിച്ച ഉദാഹരണങ്ങൾ തന്നെ നോക്കുക. മാനേജ്മെന്റ് വളരെ പ്രോ ആക്റ്റീവായി ഇടപെട്ടിട്ടുള്ള, വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള സ്കൂളുകളെല്ലാം വളരെ ഭംഗിയായി പോകുന്ന ഉദാഹരണങ്ങളാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ മറ്റൊരു ഭാഗത്ത് മുന്നോട്ട് പോകാത്ത സ്കൂളുകൾക്ക് മാനേജ്മെന്റിന്റെ ഇടപെടലുകളെ കൂടെ കൃത്യമായി കുറ്റപ്പെടുത്തണ്ടേ? അതല്ലാതെ അത് സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിലേക്ക്, സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് വിദ്യാഭ്യാസം, പക്ഷെ അപ്പോഴും സർക്കാരിനെ ഏറ്റെടുക്കാത്തത് കൊണ്ടോ ശ്രദ്ധയില്ലാത്തത് കൊണ്ടോ മാത്രമാണ് അവയെല്ലാം നശിച്ചു പോകുന്നത് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ? മാനേജ്മെന്റുകൾ ശ്രദ്ധിച്ച സ്ഥലങ്ങൾ നന്നായി തന്നെ പോയിട്ടില്ലേ? അല്ല, അത് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ച ഉദാഹരണങ്ങളുണ്ട്. അതിൽ അവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതായത് ചില ഒറ്റപ്പെട്ട സ്കൂളുകളിൽ അവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാഹചര്യം ഒരു കൈത്താങ്ങായിട്ടെങ്കിലും ഗ്രാമപഞ്ചായത്തുകൾക്കോ അല്ലെങ്കിൽ MLA ഫണ്ട് ഉപയോഗിച്ചോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ ആ നാട്ടിലെ സാധാരണക്കാരൻ്റെ മക്കൾക്ക് കിട്ടേണ്ട അവകാശം കിട്ടട്ടെ. എല്ലാ മാനേജറുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ അത് പിന്നെ നോട്ടിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഓർഡിനൻസ് ഇറക്കി പിടിച്ചെടുക്കുക, സ്ഥലം സൗകര്യം എടുക്കുക, ഇതൊക്കെ കോടതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ നിയമപരമായിട്ട് പൗരൻ്റെ അവകാശത്തെ നിഷേധിക്കപ്പെടുന്ന പൂർവികമായിട്ടുള്ള അവരുടെ സ്വത്തിൽ കയ്യേറുന്ന ഒരു ഫലം ഉണ്ടായിരിക്കാം. സ്കൂളുകൾ നിലനിൽക്കുക തന്നെ വേണം. പൊതുവിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കണം. ഒരു ചോദ്യം കൂടെ, തങ്ങളുടെ വാദം വ്യക്തമാണ്. ഒരു ചോദ്യം കൂടെ, ഈ പറയുന്ന എയ്ഡഡ് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന നിയമനങ്ങൾ പരിപൂർണമായിട്ടും സർക്കാരിലൂടെ നടപ്പിലാക്കട്ടെ എന്ന് പറയുന്ന ഒരു വാദത്തിനെ താങ്കൾ എങ്ങനെ കാണുന്നു? സർക്കാർ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് അപ്രോച്ചിലൂടെ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയും. അതുകൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എയ്ഡഡ് സ്കൂളുകൾ എന്ന് പറയുന്നത്. ശ്രീനാസർ, എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. എയ്ഡഡ് സ്കൂളുകളിൽ സർക്കാരിൻ്റെതായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം, സർക്കാരിൻ്റെതായ കൈത്താങ് ഉണ്ടാകണം, സർക്കാരിൻ്റെതായിട്ടുള്ള ഗ്രാന്റ് ഉണ്ടാവണം, കൃത്യമായ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവണം. അങ്ങനെ പറയുമ്പോൾ അവിടെ അധ്യാപകരെ നിയമിക്കുവാൻ വേണ്ടിയിട്ടുള്ള അധികാരം കൂടെ സർക്കാരിലേക്ക് കൊടുക്കുകയും, കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഒരു സേവനത്തിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കലാണ് നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യമെന്നാണ് നിങ്ങൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ ഒരു വാദം. ആ വാദം നിലനിൽക്കുമ്പോൾ ഈ പറയുന്ന അപ്പോയിന്റ്മെന്റുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം കൂടെ അല്ലെങ്കിൽ റൈറ്റ് കൂടെ സർക്കാർ ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തുറന്ന ചർച്ച, തുറക്കാത്ത ചർച്ച എല്ലാം മാറ്റിവെക്കാം നമുക്ക്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് മാറ്റിവെച്ചിട്ടുള്ള ഒരു പ്രശ്നമില്ല.
രഹസ്യമായി അല്ലെങ്കിൽ ഒന്നുമില്ല, പരസ്യമായി തുറന്ന ചർച്ച തന്നെ വേണം. പ്രിയപ്പെട്ട സുഹൃത്ത് അറിയാൻ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഗവൺമെൻറ് മാറി മാറി വരുന്ന സർക്കാരുകൾ ഒരുപാട് കമ്മീഷൻ വെച്ചല്ലോ. കമ്മീഷന് വെച്ച് വരുമ്പോൾ സമയത്ത് ഓട്ടോറിക്ഷക്കാരെ മുതൽ എല്ലാ മേഖലയിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം, അധ്യാപക പ്രസ്ഥാനം, എല്ലാ ആളുകളായിട്ടും ചർച്ച നടത്തിയല്ലോ. എന്നാൽ കേരളത്തിൽ 8000-ഓളം വരുന്ന സ്കൂളുകൾ നടത്തുന്ന മാനേജ്മെൻറ്റിനായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറായില്ലല്ലോ. എന്നിട്ട് കമ്മീഷൻ പ്രസന്റ് ചെയ്തല്ലോ. ഭരണഘടനാ അനുസൃതമായി ലഭിച്ചിട്ടുള്ള അവകാശ അധികാരങ്ങൾ അത് ഒരു സുപ്രഭാതത്തിൽ എടുത്തു കളഞ്ഞ് എയ്ഡഡ് സ്കൂളിലെ സർക്കാർ സ്കൂളുകളിലെ എയ്ഡഡ് സ്കൂളുകൾക്ക് തുടങ്ങുവാൻ വേണ്ടിയിട്ടും നടത്താൻ വേണ്ടിയിട്ടുമുള്ള ഭരണഘടനാപരമായിട്ടുള്ള അധികാരങ്ങൾ നിൽക്കട്ടെ. എന്റെ ചോദ്യം, തുറന്ന ചർച്ച നടക്കട്ടെ. ആ ചർച്ചയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോകുന്ന അഭിപ്രായം ഈ പറയുന്ന രീതിയിലുള്ള നിയമനം കൂടെ സർക്കാർ നടത്തുകയാണ് എങ്കിൽ അതിനോട് പോസിറ്റീവായിട്ടായിരിക്കുമോ നെഗറ്റീവായിട്ടായിരിക്കുമോ നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ഇടപെടും. അതായത് ഒരു നിമിഷം ഒന്ന് വ്യക്തമാക്കി പോവാ ശ്രീ നാസർ, നമുക്ക് ഏത് ചർച്ചയും വ്യക്തമായി പോകുന്നതാണല്ലോ നല്ലത്. അതായത് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനം സർക്കാർ ഏറ്റെടുക്കുന്നതിന് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷന് വിരോധമില്ല എന്നതാണ് ആ പോസിറ്റീവ് നിലപാടെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാവോ? എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനം PSCക്ക് വിടുന്നതിന് അനുകൂലമല്ല അസോസിയേഷന്. അത് മാത്രമാണോ ഇവിടുത്തെ പ്രശ്നം? പോയിന്റ് നോട്ട് ചെയ്ത് അത് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ കഴിയില്ല. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഒത്തിരി സമയം താങ്കൾക്ക് അനുവദിക്കുകയും ചെയ്തതിനു ശേഷം ഞാൻ ചോദിച്ച ഒരു ചോദ്യം മാത്രമാണത്. ശ്രീ സർ പറയാം, തിലകരാജ് പറയാം. അതെ, എയ്ഡഡ് സ്കൂൾ നിയമനം KER ഉണ്ടായിരുന്ന വ്യവസ്ഥ നമുക്കറിയാം. 57 സർക്കാരിനെ അട്ടിമറിച്ച കാര്യങ്ങളൊക്കെ അറിയാം. ആ വ്യവസ്ഥ തിരിച്ചുകൊണ്ട് വന്നാൽ സാമൂഹിക ഇടപെടൽ എയ്ഡഡ് വിദ്യാലയങ്ങൾ ഉണ്ടാകുകയും ഇതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വിദ്യാലയങ്ങൾ ആകർഷമാക്കാൻ കഴിയും. ഈ അസോസിയേഷൻ നേതാവ് പറഞ്ഞതുപോലെ തന്നെ പല പള്ളിക്കൂടങ്ങളിലെയും മാനേജർ സമൂഹത്തെ ആകെ കൂട്ടിയോജിച്ചുകൊണ്ട് തൻ്റെ വിദ്യാലയം മെച്ചപ്പെടുത്താൻ നിൽക്കുന്നു. അത് സാമൂഹിക സേവനമാണ്. അങ്ങനെ ഒരു സാമൂഹിക സേവനം വരുമ്പോൾ കേരളത്തിലെ മുഴുവൻ എയ്ഡഡ് ഗവൺമെൻറ് വിദ്യാലയങ്ങളും മെച്ചപ്പെട്ട രീതിയിൽ വരികയും എല്ലാ വിദ്യാഭ്യാസ കച്ചവടക്കാരുടെ പള്ളിക്കൂടം അടച്ചുപൂട്ടുവാനും കേരളത്തെ പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് KS കാഴ്ചപ്പാട്. അതുകൊണ്ട് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും സർക്കാരിന്റെ സപ്പോർട്ട് ആഗ്രഹിക്കുമ്പോൾ വേണമെന്ന് വാദിക്കുമ്പോൾ ഇതിൽ മാത്രം അവർക്ക് താല്പര്യമില്ല. അതിന്റെ കാര്യം എന്തായിരിക്കും? അതിന്റെ കാര്യം സാമ്പത്തിക നേട്ടമാണ്, ലാഭേച്ഛയാണ്. ഇപ്പൊ തന്നെ അവർക്ക് ലാഭേച്ഛ ഇല്ലെന്നും അവർ പറയുന്നുണ്ട്. അത് തെറ്റാണ്. 1-2 പേർക്കുണ്ടാവും. എല്ലാ മാനേജർമാർക്കും ലാഭേച്ഛ നമ്മൾ പറയുന്നില്ല. അല്ലല്ല, തീരുമാനിച്ചല്ല, അത് ഗവൺമെന്റ് തീരുമാനിക്കാതെ KER വ്യവസ്ഥ പുനഃസ്ഥാപിച്ചാൽ മാത്രം മതി. വിജയൻ എങ്ങനെ കാണുന്നു ഈ വാദങ്ങളെ? ഈ എയ്ഡഡ് മേഖലയിലെ നിയമനം നമ്മൾ PSC കൂടുന്ന സ്വാഗതം ചെയ്യുകയാണ്. എയ്ഡഡ് മേഖലയിൽ നിയമനം നടത്തണം, ആ രീതിയിൽ നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറഞ്ഞ പോലുള്ളൊരു കാര്യം, എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം, നിയമനം മാത്രം ഞങ്ങൾ നടത്താം എന്ന് പറഞ്ഞാൽ മാനേജർമാരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ലാഭം തന്നെയാണ്. അവിടെ പറയുന്ന ലാഭം തന്നെയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ വിദ്യാലയങ്ങളെല്ലാം വളർന്നു വന്നത് ഈ നിലയിലേക്ക് എത്തിയതിൽ മാനേജർമാരുടെ പങ്ക് മാത്രമല്ല, നാട്ടിലെ പൊതുജനങ്ങളുടെ ഏറ്റവും ശക്തമായ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ആ വിദ്യാലയത്തിനകത്തുണ്ട്. ആ നാടിൻ്റെ പാരമ്പര്യം ആ വിദ്യാലയത്തിനകത്തുണ്ട്. അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ പണം അതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ പറയുന്ന MLA-മാരും MP-മാരും സഹായിക്കുന്നില്ല. എയ്ഡഡ് മേഖലയിൽ അത്തരത്തിൽ സഹായങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. അവരുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടുള്ള സഹായങ്ങൾ, ഫണ്ടുകൾ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ലാബുകൾ വരുന്നുണ്ട്, MP-മാരുടെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ലാബുകൾ വരുന്നുണ്ട്. MP-മാർ സഹായിക്കുന്നില്ല, MLA-മാർ സഹായിക്കുന്നില്ല, എല്ലാം മാനേജർമാർ ചെയ്യുന്നു എന്ന വാദത്തിനോട് ഞങ്ങൾക്ക് യോജിച്ചു പോകാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഇങ്ങനെയെല്ലാം വേണം. പക്ഷേ അധ്യാപക നിയമനം മാത്രം അത് ഞങ്ങൾ നടത്തും എന്ന് പറയുന്നതിൽ പിന്നിൽ ലാഭം മാത്രമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ വന്ന വിഷയങ്ങൾ മലാപ്പറമ്പ് സ്കൂളിൽ ഇവിടെ പറയുന്നുണ്ടല്ലോ, ആര് MLA ഇടപെട്ടില്ല, MLA ഫണ്ട് ഉപയോഗിച്ചില്ലേ, KSTA ഫണ്ട് വിരിച്ചു, SFI ഫണ്ട് വിരിച്ചു, അവിടെ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ പുതിയ ബിൽഡിംഗ് എടുക്കുമ്പോൾ MLA ഫണ്ട് ഉപയോഗിച്ചാൽ മലാപ്പറമ്പ് സ്കൂളിന്റെ പുതിയ ബിൽഡിംഗ് എടുത്തിട്ടുള്ളത്. അത്ര സഹായങ്ങളെല്ലാം തന്നെ കടന്നു വരുന്നുണ്ട്. അവിടെ സഹായങ്ങൾ ചെയ്ത് കടന്നു വരികയാണ്. അപ്പോൾ ആ രീതിയിൽ ആരും തന്നെ സഹായിക്കുന്നില്ല. മാനേജർമാർ ഒറ്റപ്പെട്ടതാണ് എന്ന് പറയുന്നത് ശരിയല്ല. ജനങ്ങളുടെ അധ്വാനത്തെ, ആ വിദ്യാലയത്തിനോട് നടത്തിയ അധ്വാനത്തെ കാണാൻ വേണ്ടി സാധിക്കണം. പൊതുജനങ്ങളുടെ പണം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വന്നതിനെ കാണാൻ വേണ്ടി സാധിക്കണം. അല്ലാതെ ഭൂമി മാത്രം എടുത്തുകൊണ്ട് അത് ഭൂമിയുടെ അവകാശി ഞാനാണ്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മാനേജർമാർ കടന്നു വരുന്നത്. മലാപ്പുറമിൻ്റെ മാനേജർ ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ താല്പര്യം അവിടുത്തെ വിദ്യാർത്ഥികളുടെ പഠനമോ ആ വിദ്യാലയം നിലനിർത്തലോ അല്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താ? കൃത്യമാണ്. ഇന്ന് സർക്കാർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ഘട്ടത്തിൽ പോലും മലാപ്പറമ്പിൻ്റെ മാനേജർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അതൊന്നും എനിക്ക് കഴിയില്ല, ഞാൻ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താ? ഭൂമാഫിയക്ക് വേണ്ടി ആ സ്ഥലം വിൽക്കണം,
അതിന്റെ പിന്നിലുള്ള കോടികൾ തന്റെ കയ്യിലേക്കാക്കണം എന്ന ലക്ഷ്യമാണ് അതിന്റെ മാനേജറുടെ ഭാഗത്ത് നിന്ന് കടന്നു വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് മാനേജർമാരുടെ ഈ വാദം എല്ലാം സഹായങ്ങളൊന്നും ഗവൺമെന്റ് തരുന്നില്ല, എല്ലാം ഞങ്ങളാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന വാദം ശരിയായ കാര്യമല്ല. അതിൽ എല്ലാവരുടെയും അധ്വാനത്തിന്റെ ഫലം ഒരു വിദ്യാലയത്തിനകത്തുണ്ട്. ഭൂമിയുടെ അവകാശികളാണ് തിരിച്ചു വരുന്നു ചർച്ചയിലേക്ക്. ശ്രീ തിലകരാജ് തുടരാം. എനിക്ക് ആദ്യം പറയാനുള്ളത്, ഗവൺമെൻറ് ഇപ്പോഴെടുത്ത നടപടികളെ KST അഭിനന്ദനാർഹവും സ്വാഗതാർഹവുമാക്കി മാറ്റുകയാണ്. കാരണം ഇനി ഒരു മാനേജർമാരും സ്കൂളുകൾ പൂട്ടാനായി തുനിഞ്ഞിറങ്ങരുത്. അങ്ങനെ ഇറങ്ങുകയാണ് എങ്കിൽ അത് കണ്ടീഷനുകളിൽ വെച്ചിട്ട് ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്തണം. അതെൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ സ്കൂളുകളെല്ലാം ഗ്രാൻഡ് എയ്ഡഡ് ആണ്. അധ്യാപകർ ശമ്പളം കൊടുക്കുന്ന അടക്കം എയ്ഡഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ആ എയ്ഡഡ് തുക എത്രമാത്രം കൊടുത്തിട്ടുണ്ടോ ആ തുകയെല്ലാം തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയും അവിടെ പെൻഷനാകുന്ന അധ്യാപകരെ പെൻഷൻ ആനുകൂല്യം അടക്കം ഗവൺമെൻറ് ട്രസ്റ്റിലേക്ക് അടച്ചുകൊണ്ട് പള്ളിക്കൂടം വിട്ടുകൊടുക്കാം. അതിന് മാനേജർ തയ്യാറാവട്ടെ. അത് അങ്ങനെ ഒരു സ്ഥിതി എടുക്കണം. അങ്ങനെ നിയമനിർമ്മാണം ഇവിടെ നടക്കുമ്പോൾ എല്ലാ പള്ളിക്കൂടങ്ങളും ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാക്കി നിലനിർത്തുകയോ ചെയ്യും. പൊതുവിദ്യാലയം അതേപോലെ തുടരും. നല്ല മെച്ചപ്പെട്ട കൊണ്ടുപോകാൻ കഴിയും. അല്ല മാനേജർമാർക്ക് നടത്താൻ വയ്യാത്തവർക്കുണ്ടെങ്കിൽ ലീസിന് കൊടുക്കാമല്ലോ. അതിന് ആക്റ്റിലുണ്ട്. ലീസിന് അവർക്ക് കൊടുക്കാം, പഞ്ചായത്തുകളെ ഏൽപ്പിക്കാം, ഏതെങ്കിലും ട്രസ്റ്റുകളെ ഏൽപ്പിക്കാം. അതിനെന്തുകൊണ്ട് മാനേജർമാർ തയ്യാറാകുന്നില്ല? അവിടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പള്ളിക്കൂടം ഭൂമാഫിയായി ഉപയോഗിച്ചുകൊണ്ട് പള്ളിക്കൂടം വിൽക്കുക എന്നുള്ളതാണ്. മലാപ്പറമ്പ് മലാപ്പറമ്പ് സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ ഒരു 4 ഏക്കർ ഭൂമി ഉണ്ട്. ആ ഭൂമിയിലേക്ക് പോകണമെങ്കിൽ ഈ പള്ളിക്കൂടം ഇടിച്ചു പൊളിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ ആ രാത്രിയിൽ അത് പൊളിച്ചത് എന്ന് നാട്ടുകാർക്കെല്ലാം വ്യക്തമാണ്. KSTയുടെ നേതൃത്വത്തിലും SFIയുടെ നേതൃത്വത്തിലും അവിടുത്തെ നാട്ടുകാർ പ്രദീപ് കുമാർ MLA നേതൃത്വത്തിൽ ശക്തമായ സമരം നടത്തിയത് ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയെ കേരളത്തിൽ തടയുക എന്നൊരു ലക്ഷ്യം കൂടി അതിനകത്തുണ്ട്. അത് സഖാവ് പിണറായി വിജയൻ എന്നത് മുഖ്യമന്ത്രി അത് വ്യക്തമാക്കി. കണ്ണായ സ്ഥലത്ത് കിടക്കുന്ന പ്രോപ്പർട്ടീസിലാണ് പലപ്പോഴും ഈ സ്കൂളുകൾ ഇരിക്കുന്നത്, എയ്ഡഡ് സ്കൂളുകൾ. കോട്ടക്കൽ സ്കൂളിലും അതാണുള്ളത്. അതൊരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ജനനന്മയ്ക്ക് വേണ്ടിയിട്ടും നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും പലരും കൊടുത്തതായിരിക്കാം. ചിലർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു തുടങ്ങിയതായിരിക്കാം, ചിലർ ട്രസ്റ്റ് രൂപീകരിച്ചെടുത്തതായിരിക്കാം. അതിനെ ഇന്ന് വിൽക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ വാദഗതികൾ എന്നുള്ളതാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്. അങ്ങനെയാണ്, അത് തന്നെയാണ്. ശ്രീ നാസർ എന്തുമാത്രം യോജിക്കുന്നു? വളരെ ചുരുക്കത്തിൽ പറയണം താങ്കളുടെ ഒപ്പീനിയൻ, വളരെ ചുരുക്കി. എയ്ഡഡ് സ്കൂളുകൾ ഗവൺമെൻറ് സ്കൂളുകൾ എന്നുള്ള ഒരു വിദ്യാലയം പൂട്ടരുത് എന്ന് തന്നെയാണ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ തീരുമാനവും അതുപോലെ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതും. ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്കൂളുകൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ മുഴുവൻ മാനേജ്മെൻറ്റിനെ വെറും കച്ചവട കണ്ണാണ് എന്ന് പറയുന്നത് ശരിയായ നിലപാടല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാണ് താങ്കളുടെ അഭിപ്രായം. ചർച്ചയ്ക്ക് തയ്യാറാണ് ശ്രീ ജ്യോതികുമാർ, കൃത്യമായിട്ട് ഇനി നിൽക്കുന്ന സ്കൂളുകളെ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് പോകുവാൻ വേണ്ടിയിട്ട്, പൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് തിരുത്തലുകളാണ് കൃത്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത്? അല്ല, സർക്കാർ ഇപ്പം ഇതിൻ്റെ എല്ലാ അർത്ഥത്തിലും പരിശോധിച്ചുകൊണ്ട് അവർ നിയമനിർമ്മാണം നടത്താൻ പോകുന്നു എന്ന് കേൾക്കുന്നു. നല്ല കാര്യം. ഇത് നിലനിർത്താൻ ശ്രമിക്കുക. ആ നിയമത്തിൽ എന്ത് വേണമെന്നാണ് പ്രതിപക്ഷത്തിന് ഉപദേശിക്കുന്നത്? ഇവിടെ ഇതിനകത്ത് ഒരു അധ്യാപക പ്രതിനിധി എന്ന് പറഞ്ഞത് ഒരു സ്കൂൾ പൂട്ടണമെങ്കിൽ അവിടെ ഗ്രാൻഡ് എയ്ഡ് ആയതുകൊണ്ട് കൊടുത്ത ശമ്പളം എല്ലാം തിരിച്ചടയ്ക്കണമെന്നൊക്കെ പറഞ്ഞാൽ എന്ത് വിഡിത്തരമായി പറയുന്നത്. ഈ ലോകത്ത് നടക്കുന്ന ഒരു അധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുത്തത് മാനേജ്മെൻറ്റ് തിരിച്ചടയ്ക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മാനേജ്മെൻറ്റ് പ്രതിനിധിയായിട്ട് പറയുന്നതല്ല, ഒരു അധ്യാപകൻ പറഞ്ഞാൽ ഇങ്ങനെയൊന്നും പറയുന്നത് ഭൂഷണമല്ല എന്ന് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. മറ്റൊന്ന്, ഈ ഇത്തരം സ്ഥാപനങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഞാൻ വളരെ അടിസ്ഥാനപരമായി വീണ്ടും ഞാൻ തുടങ്ങിയിടത്ത് തന്നെ എത്തുന്നു. ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ധാരണ CBSEയും ICSE സിലബസുകളിലൂടെ പഠിക്കുന്നവർക്ക് അവരുടെ പാസ് പെർസെൻറ്റേജ് 98, ഇപ്പോൾ SFIയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്താണ് പാസ് പെർസെൻറ്റേജ് കൂട്ടിയത്. ഒന്നുമല്ല, MAVയുടെ കാലത്ത് ഏറ്റവും അവസാനത്തെ എത്രയായിരുന്നു പാസ് പെർസെൻറ്റേജ്? 98.9 ആയിരുന്നു. അപ്പോൾ പാസ് പെർസെൻറ്റേജ് രണ്ടിനും ഏകദേശം തുല്യമാണെങ്കിലും ക്വാളിറ്റി വൈസ് ഈ ചർച്ചയുടെ ഭാഗമായി ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും പേരിൽ തരംതിരിക്കുന്നത് സാക്ഷര കേരളത്തിന് അപമാനമാണ്. കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം പൊതുവിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടാണ്. ലാഭമെന്നും നഷ്ടമെന്നും പറഞ്ഞ് സ്കൂളുകളെ തരംതിരിക്കുന്നതും വിളിക്കുന്നതും ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിനോട് തന്നെ കാണിക്കുന്ന ഒരു അപമതിപ്പായി മാറിയേക്കാം. കുട്ടികൾക്ക് പഠിക്കുവാനും അവർ സമൂഹത്തിന്റെ ഒരു അടിസ്ഥാന ശിലയായി മാറുവാനുമായിരിക്കണം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ആ രീതിയിലുള്ള തീരുമാനങ്ങൾ സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചർച്ച ഇവിടെ അവസാനിക്കും.